മുന്തിരിയായിട്ടുണ്ടല്ലോ. ടെൻഷനാവും. മുന്തിരിയായിട്ടുണ്ട്. അടിപൊളി സാരി, അടിപൊളി സെറ്റ്, എവറിത്തിങ് ഡൺ. കിട്ടില്ല. അടിപൊളിയാ. സോ ഈ ഡബിൾ ഹെയർ സെറ്റ് ചെയ്തല്ലേ? ചന്ദ്രൻ ഇതൊക്കെ സെറ്റ് 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 ടോട്ടൽ ഔട്ട്ഫിറ്റ് കിടിലോട്ട് ഡ്രേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. വള ഇങ്ങനെ ഇട്ടായിരുന്നല്ലേ? സെറ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റ്. ഗോഡ്നെസ് ഫീൽ ബ്രോ, ഗോഡ്നെസ് ഫീൽ. ഞാൻ ഒരു വർഷമായി പരിചയപ്പെട്ടിട്ട്, പക്ഷെ എന്തോ സ്പെഷ്യൽ ഫീലിംഗ് കണ്ടപ്പോ. ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ്. വാക്കുകളില്ല, എന്തോ വാക്കൊക്കെ തെണ്ടി പോകുന്നതായത്. അടിപൊളി കേട്ടോ. എൻഗേജ്മെന്റ് ലുക്കിനെ കാട്ടി കിട്ടില്ല സീരിയസ്ലി. എന്താ കൊള്ളില്ലേ? കുഴപ്പമില്ല. ഓക്കെ, എല്ലാം ഓക്കെ. ഒന്നും ചെയ്യണ്ട. എങ്ങനെയുണ്ട്? മുണ്ടെടുക്കാൻ അറിയത്തില്ലായിരുന്നു ബ്രോ. എങ്ങനെയൊക്കെയാ കൊടുത്തത് മുണ്ട്? കുഴപ്പമില്ല. അറിയോ? ആണോ? നീ പറഞ്ഞു താത്തി വെക്കാൻ പറഞ്ഞോണ്ടാ സെറ്റ് ചെയ്ത. കഴിയണ്ട.
വെച്ചാൽ കണ്ടെന്ന് ഓർമ്മയുണ്ടോ? റെയിൽവേ സ്റ്റേഷൻ, ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ, മൂത്രപ്പുഴയുടെ ബാക്കിൽ ആ പാർക്കിലോട്ട് വെച്ച്. പിന്നെ എന്നാ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഞാൻ ഒരു പ്രോമിസ് ചോദിച്ചത് ഓർമ്മ ഉണ്ടോ? എന്തായിരുന്നു ആ പ്രോമിസ്? പൊന്നുപോലെ ഇപ്പൊ ഒരു വർഷം ഇപ്പൊ ഞാൻ എങ്ങനെയാ നോക്കുന്നത്? പുള്ളിക്കാരി നമ്മളെ സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ലിറ്ററലി എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. അത് പറയുമ്പം എന്റെ എന്ത് പാഷനായാലും പുള്ളി സപ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്ന പ്രൊഫഷൻ എന്ത് കാര്യമായാലും പുള്ളിക്കാരി എല്ലാം ഓക്കെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല, കണ്ടപ്പോഴത്തെ ഇഷ്ടമായി. ഇപ്പൊ പുള്ളിക്കാരിക്ക് വെച്ചിട്ട് ടൈം എടുത്തത് പൊന്ന രമ്യെന്ന് പറയട്ടെ. പുള്ളിക്കാരി വീഡിയോ കേട്ടിട്ട് ഹോസ്പിറ്റലില് എന്ത് 1 മണിക്കൂർ എടുത്തിട്ട് എടുക്കുന്ന. അത് കുഴപ്പമില്ല. ഇപ്പം നല്ല കെയറിങ് ആണ് എന്നുവെച്ചാല് എന്റെ ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് ഇപ്പൊ ഞാൻ മറന്നുപോകും ഒരു കാര്യം ഇത് ചെയ്യാം, ഈ ദിവസം ഇതൊക്കെ ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ ഞാൻ അത് മറന്നിട്ടുണ്ടാകും. പക്ഷെ എല്ലാം നോട്ട് ചെയ്ത് എനിക്കെല്ലാം പറഞ്ഞു തന്നു. അപ്പൊ എനിക്കറിയാത്ത കാര്യങ്ങൾ വരെ എനിക്ക് പറഞ്ഞു തന്നു. എനിക്കറിയാത്ത കാര്യങ്ങളുണ്ട്. മനസ്സിലായോ? അവസാനമായിട്ട് എന്താ മറന്ന് ഞാൻ അങ്ങനെ ഓർമ്മിപ്പിച്ചേ? അവസാനമായിട്ട് എന്താ ഞാൻ അങ്ങനെ ഓർമ്മിപ്പിച്ചാ മറന്ന്? എനിക്ക് ഓർമ്മയില്ല. അല്ല, അവസാനമായിട്ട് എന്താ മറന്ന് ഞാൻ എന്താ ഓർമ്മിപ്പിച്ചെന്ന് പറഞ്ഞില്ല. നീ മറന്നു പോകും, പക്ഷെ ഞാൻ ഓർമ്മിപ്പിക്കണം. അങ്ങനെയല്ല, നീ അങ്ങനെയാണ്. ഇപ്പൊ ഒരു ദിവസത്തില് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് ഇവിടെ പോകണം, അത് ചെയ്യണം. പക്ഷെ പിന്നെ ഇല്ലെങ്കിൽ എനിക്കിപ്പം വീഡിയോ എടുക്കണം, ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ എന്റെ ഡ്യൂട്ടി കുറെ കാര്യങ്ങൾ, അപ്പൊ ഞാൻ മറന്നിട്ടുണ്ട്. അപ്പൊ നീ അത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മറന്നാലും നീ അത് നോട്ട് ചെയ്തിട്ട് അത് ചെയ്തായിരുന്നു. ഓർമ്മിപ്പില്ലെങ്കിൽ അത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. മനസ്സിലായോ വല്ലതും? അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും, എല്ലാത്തിനും കൂടെ എല്ലാം ഒരുപോലെ അല്ലേ? എന്ത് ചെയ്താലും ഒരേപോലെ ഒരുമിച്ച്. നല്ലതാണ്, ചീത്തയാണ്, ഒരുമിച്ച്. ഇതുവരെക്കും അങ്ങനെയാണ് അല്ലേ? നല്ല ഹാപ്പിയാണ്, ലിറ്ററലി പീസിലാണ്, ഭയങ്കര സമാധാനമുണ്ട് ഇപ്പൊ, നല്ല രീതിയിൽ സമാധാനമുണ്ട്. ഞാൻ വിചാരിച്ചതായിട്ട് അടിപൊളിയായിരുന്നു, സത്യം പറഞ്ഞാൽ വിചാരിച്ചതായിട്ട് അടിപൊളിയായിരുന്നു പുള്ളിക്കാരി. ബിക്കോസ് എന്താ പറയാ, പുള്ളിക്കാരി ഇത് തുടങ്ങിയ ഈ കല്യാണം ഫിക്സ് ചെയ്ത ഡേ മുതലേ പുള്ളിക്കാരിയുടെ ലുക്ക് ഓരോന്നായിട്ട് പുള്ളിക്കാരി ഇങ്ങനെ സ്കെച്ച് ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി. അങ്ങനെ പുള്ളിക്കാരി വിചാരിച്ച പോലെ തന്നെ സെറ്റായെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് മൂമെന്റ് വരെ കിട്ടാത്ത സാധനങ്ങളെല്ലാം തപ്പി എല്ലാം സെറ്റ് ചെയ്തു. അവസാനം ഫൈനൽ ലുക്ക് സെറ്റാണ്. ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോ ഞാൻ എന്റെ മൈൻഡിലുണ്ടായിരുന്നു, പിന്നെ ഇതില്ലേ അത് എന്റെ മൈൻഡിലുണ്ടായിരുന്നു. എന്തോ അപ്പം എനിക്ക് എന്തോ ഉള്ളില് എന്തോ ഒരു ഫീല്, കല്യാണ ഒരു വൈബ് അടിച്ചു. ഇങ്ങനെ ഒരു കൊച്ചിനെ കിട്ടിയതിൽ ഹാപ്പിയാണ്. അതെ, എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ആണെങ്കിൽ പുള്ളിക്കാരി ഫസ്റ്റ് എന്താ പറയുന്നത് ചൂണ്ടി കാണിക്കും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് പറയാതെ പുള്ളിക്കാരി ഇടയ്ക്ക് എന്ത് നെഗറ്റീവ്സ് ഉണ്ടല്ലോ നമ്മളതുപോലെ ഒരു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. അപ്പൊ പുള്ളിക്കാരി അത് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞത് മനസ്സിലാക്കി തരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പറയുന്നത് ഭയങ്കര കാമായിട്ടാണ് പറയുന്നത്, അത് കുറ്റമില്ലാത്ത രീതിയിലാണ് പറയുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്നെ പല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫാമിലീസ് സിംഗാണ്, നമ്മള് സിംഗായി. എന്താ പിന്നെ എല്ലാരും ചോദിച്ചത് അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ? സോറി, എല്ലാവരും ചോദിക്കുന്നത് ലവ് മാരേജ് ആണോ ഇപ്പോഴും ചോദിക്കും. പിന്നെ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും, സത്യം പറയാൻ സന്തോഷം തോന്നും. കാര്യം വീട്ടുകാരായിട്ട് കൊണ്ടുവന്ന ഒരു അലയൻസ് പിന്നെ ഇങ്ങനെ സിംഗ് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. അത് ഒരു എന്താ ദൈവാനുഗ്രഹമാണ്. പിന്നെ ദൈവാനുഗ്രഹത്തിനുപരി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി നന്നായി വിശ്വസിക്കുന്നത്. എന്താ പറയുന്നത്, എൻ്റെ മോൻ നന്ദൻ പാവമാണ്, നല്ല സ്നേഹമുള്ള മോനാണ്. പിന്നെ ഇത് LKG മുതൽ +1 വരെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. +1 കഴിഞ്ഞ് പിന്നെ അവൻ
കാനഡയിൽ പോയി പഠിച്ചു. 10 വർഷം എന്നെ കാണാതെ നിന്നു. 10 വർഷത്തിന് ശേഷമാണ് എൻ്റെ മോനെ ഇപ്പോൾ കാണുന്നത്. സ്നേഹമുള്ള പക്വതയുള്ള നല്ല കുട്ടിയാണ് എൻ്റെ മോൻ. കല്യാണമായപ്പം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. അത്രയ്ക്ക് സന്തോഷമാണ് എൻ്റെ മനസ്സും. പിന്നെ എനിക്കത് കാണണം, ഭയങ്കര ആഘോഷപൂർവ്വമായിട്ട് മോൻ്റെ കല്യാണം കാണണമെന്നുണ്ടായിരുന്നു. അതിപ്പോൾ നടക്കുന്നു. അതിൽ ഭയങ്കര സന്തോഷം. ആ ദൈവത്തിന് നന്ദി പറയുന്നു. മനസ്സ് നിറഞ്ഞു പോയി. ഞാൻ എൻ്റെ കൊച്ചു നന്ദുവിനെ കണ്ടിട്ട് ഇപ്പം വിദേശത്ത് നിന്ന് വന്ന് വലിയ കുട്ടിയായി കല്യാണ വേഷത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ് കണ്ടപ്പം അയ്യോ എനിക്ക് പറയാൻ പറ്റുന്നില്ല, വാക്കുകളില്ല. ഒരു ഗൃഹസ്ഥനാവാൻ പോവുകയാണ് മോൻ. കുട്ടിക്കാലം എനിക്കിന്നും അവൻ കുട്ടിയാണ്, പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നില്ല. കഥയുണ്ടല്ലോ സ്കൂളിൽ, കഥയൊക്കെ പറയാൻ പറയുമ്പോ ഇംഗ്ലീഷില് കുട്ടിയായിരിക്കുമ്പോ 5 മിനിറ്റ് പോലും വേണ്ട, അവൻ അത് സ്പീഡായിട്ട് പറഞ്ഞ് ഞാൻ തന്നെ അതിശയിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സൊക്കെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നല്ല ഒരു എനിക്ക് പറയാൻ പറ്റണില്ല. കഥയൊക്കെ സൂപ്പറായിട്ട് പറയും. ഇന്നും അവന് ആ കഥാവാസനയുണ്ട്, അവൻ എഴുതും. പിന്നെ അത് കഴിഞ്ഞ് +1 ആയപ്പോൾ ഷോർട്ട് ഫിലിമൊക്കെ എടുത്ത് കഥ എഴുതി, സ്വന്തമായിട്ട് എഴുതി. അങ്ങനെയൊക്കെ ഉണ്ട്. നല്ലൊരു പക്വതയുള്ള കുട്ടിയാണ്. എനിക്ക് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. മോള് നല്ല രീതിക്ക് മോനെ നോക്കും, നല്ല ഉറപ്പുണ്ട്. കാര്യം ഞാൻ ഇതിനു മുമ്പ് ഇപ്പം നിശ്ചയം കഴിഞ്ഞ് 11 മാസമായി. അതുവരെ അവർ തമ്മിൽ സംസാരിക്കുകയും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഒരു നല്ല കുട്ടിയാണ്. മോനെ നല്ലോണം നോക്കും, അവർ തമ്മിൽ പിണങ്ങില്ല, ഒരുമിച്ച് പോകും. അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തയുണ്ട് എനിക്ക്. അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. രമ്യ മോക്കില്ല. അവൾക്ക് നല്ല അറിവുണ്ട്, എന്നെക്കാളും അറിവുണ്ട്. സന്തോഷവും സമാധാനത്തോടെയും ജീവിക്കണം. പിന്നെ നമ്മൾ അങ്ങനെ വേറെ ഒരു കാര്യവും നിർബന്ധമായിട്ട് പറയത്തില്ല, അവരുടെ ഇഷ്ടം. പക്ഷേ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളായിരിക്കണം, അതേ അവർ ചെയ്യത്തുള്ളൂ. മോളും നല്ല കുട്ടിയാണ്, നല്ല പക്വതയുള്ള മോളാണ് രമ്യ. എൻ്റെ മോന് ദൈവം തന്നതുപോലെയുണ്ട്. അവരുടെ ആയുസ്, ഒരായുഷ്കാലം നല്ലോണം ജീവിക്കണമെന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്കത് കണ്ടാൽ മതി. എൻ്റെ മക്കളുടെ വിവാഹ ജീവിതം മംഗളമായിരിക്കട്ടെ. അവർ ദീർഘായുസോടെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ ദീർഘകാലം സന്താന സൗഭാഗ്യത്തോടെ ജീവിക്കണമെന്ന് ആ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മോൻ വളരെ കൊച്ചിലെ കാനഡയിൽ പോയി 18 വയസ്സിൽ പോയതാണ്. 18 വയസ്സിൽ പോയി 10 വർഷം കഴിഞ്ഞാണ് വന്നത് ആൾ. അവിടെ പഠിച്ച് ജോലിയൊക്കെ ആയി മോൻ വന്ന് അങ്ങനെ ഒരു സംബന്ധം നോക്കി, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട്, അങ്ങനെ നല്ലൊരു മോളാണ് നമുക്ക് ഇഷ്ടപ്പെട്ട്, അങ്ങനെ കല്യാണം നമ്മൾ സെറ്റ് ചെയ്തു. വളരെ ഹാപ്പിയാണ് ഞാൻ, വളരെ സന്തോഷമാണ് ഞാൻ. എനിക്ക് വളരെ ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായി എൻ്റെ മകൻ്റെ കല്യാണം. ഇവൻ നല്ല നല്ല ചുണമുള്ള ആളായിരുന്നു, പഠിക്കാനും നല്ല മിടുക്കനായിരുന്നു. വേറെ മറ്റുള്ള കുട്ടികളെ പോലെ ശല്യങ്ങളൊന്നും കാണിക്കില്ല. ഇളയ ആളാണ് ഭയങ്കര പ്രശ്നം. ഇളയ ഭയങ്കര നിർബന്ധവും, എപ്പോഴും ഭയങ്കര നിർബന്ധവും, ഭയങ്കര ചട്ടമ്പി ആളായിരുന്നു ഇളയ ആൾ. ഇവൻ നല്ല സൈലൻ്റാണ്. പറഞ്ഞ ഒരു കുടുംബ ജീവിതമാകുമ്പോൾ നല്ല രീതിക്ക് ഫാമിലി, ഒരു കുടുംബമാകുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി മക്കൾ നല്ല രീതിക്ക് സന്തോഷമായിട്ട് കഴിയുക, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മോള് നല്ല ഹാപ്പിയാണ്, നല്ല സന്തോഷമുള്ള ആളാണ്, നല്ല ചുണ ഉള്ള ആളാണ്, നല്ല സന്തോഷമുള്ള ആൾ, എല്ലായിടത്തും വലിയ കാര്യമാണ്. എൻ്റെ ഞാനുമായിട്ടൊക്കെ നല്ല സ്നേഹവും നല്ല ഇതൊക്കെയാണ്, കുഴപ്പമില്ല. അവരുടെ അച്ഛനും അമ്മയും എല്ലാം നല്ല ആൾക്കാരാണ്, എനിക്കിഷ്ടപ്പെട്ടു. അവരുടെ അച്ഛനും നല്ല ആൾ, അമ്മയും സഹോദരനൊക്കെ നല്ല ആൾക്കാർ, വേറെ നല്ല ആൾക്കാരാണ്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, കുടുംബ ജീവിതമാകുമ്പോൾ മക്കളെ ചെറിയ എന്തെങ്കിലും വീഴ്ചകൾ വന്നാലും നല്ല രീതിക്ക് സന്തോഷമായിട്ട് അവരുമായിട്ട് കഴിയണം. ഞാൻ എല്ലാ കാര്യവും എൻ്റെ മുന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഹാപ്പി, ഓൾ ദി ബെസ്റ്റ്. ഞാനും രമ്യയായിട്ടൊരു 6 ഇയർ എബോവ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ശരിക്കും ചേട്ടൻ്റെ പ്രപ്പോസല് അവളുടെ ഫാമിലി ത്രൂ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം അവള് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോണ്ടിങ് ആയി ഇവർ രണ്ടുപേരും. ചേട്ടനാണ് അവളെ ടേക്ക് കെയർ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര, അവളൊരു കിഡിനെ പോലെയാണ് എപ്പോഴും ടേക്ക് കെയർ ചെയ്യുന്നതാണേലും
ഇവളാണേലും ഭയങ്കര പ്യുവറായിട്ടാണ് സ്നേഹിക്കുന്നത്. ഇത് ദേഷ്യമാണേലും സന്തോഷമാണേലും സങ്കടമാണേലും ഭയങ്കര പ്യുവറായിരിക്കും അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഭയങ്കര രസമാണ് അവരുടെ ആ ഒരു രണ്ടുപേരുടെയും കൂടെ ബോണ്ടിങ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവർ തമ്മിൽ കണക്റ്റ് ആവാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടനെ പോലെ ഒരാളിനെയാണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ലൈഫിൽ. കാരണം ചേട്ടൻ ഭയങ്കര കെയറിങ് ആണ്. അവളുടെ കാര്യങ്ങളെല്ലാം അവളിപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം ഒരു ചെറിയ കാര്യം പോലും ചെറുതായി കാണാതെ എല്ലാം അവൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കും. അപ്പോൾ അവൾക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാച്ച് പോലെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബോണ്ടിങ് വന്നത്. ഫസ്റ്റ് ഡേ ചേട്ടൻ്റെ പ്രപ്പോസൽ വന്നതിന് ശേഷം ഇവൾ ആദ്യമായിട്ട് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, പക്ഷെ അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഭയങ്കര കൺഫ്യൂസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഫാമിലി ആയിട്ടാണ് ഒരു പെണ്ണ് കാണൽ എന്നുള്ളൊരു അവിടെ അങ്ങനെ ഒരു പ്രൊസീഡിങ്ങിലേക്കൊക്കെ വന്നേ. അങ്ങനെ എത്തിയപ്പോഴത്തേക്കും ഇവള് ശരിക്കും ഇത് ആദ്യം യെസ് എന്നുള്ള രീതിയിലല്ല ഫസ്റ്റ് ടൈം ചേട്ടനെ കണ്ടത്. പക്ഷേ ആ പെണ്ണ് കാണലിൻ്റെ ആ ഒരു ഫസ്റ്റ് ഇവർ തമ്മിൽ കണ്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഉറപ്പായിരുന്നു ചേട്ടനാണ് ഗ്രൂം എന്നുള്ളതിൽ അവൾ ഡിസൈഡ് ചെയ്തു. അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ ഞാനിതിൽ ഓക്കെ ആണ്, എനിക്ക് പ്രപ്പോസൽ പ്രൊസീഡ് ചെയ്യാൻ ഓക്കെ ആണെന്ന്. ചേട്ടൻ ഭയങ്കര കൈൻഡാണ്, കെയറിങ് ആണ്, ലവിങ് ആണ്. പിന്നെ അവൾക്ക് പെർഫെക്റ്റ് ആണ് എപ്പോഴും, എല്ലാ കാര്യങ്ങളിലും അവൾക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവളെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര എനർജറ്റിക് ആണ് ആള്. എനർജറ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ഭയങ്കര എനർജറ്റിക് ആണ് ആൾ. എക്സ്ട്രോവേർട്ട് ആണ്, ഫുള്ള് ഒരു വൈബ് പേഴ്സൺ ആണ് രമ്യ. അവൾക്ക് പറ്റിയ പാർട്ട്ണറെയാണ് കിട്ടിയിരിക്കുന്നത്. ചേട്ടനും അതുപോലെ തന്നെ അവളെ പോലെ ഇങ്ങനെ ജെല്ലായി നിന്നോളും രണ്ടാളും കൂടെ. ഓക്കെ, അപ്പോൾ ഇത്രയും ലവിങ് ആയിട്ടുള്ള കപ്പിളിന് എൻ്റെ ഓൾ ദ ബെസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ രമ്യ നല്ലൊരു മെമ്പറാണ് നമ്മുടെ. നമുക്ക് ഇവിടെ എത്താൻ സാധിച്ചത് തന്നെ വലിയൊരു എന്താ പറയുക, അവൾക്കും നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഈ മൊമെന്റ് നമ്മൾ കുറേ നാളെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അത് നമുക്ക് ഇന്ന് വരാൻ പറ്റി, കൂടാൻ പറ്റി, അത്ര ഹാപ്പിയാണ്. നമ്മള് കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കല്യാണമാണിത്. നമ്മളെല്ലാ പരിപാടിക്കും എല്ലാ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് രമ്യ. ആക്റ്റീവ് മെമ്പറാണ് എല്ലാ പരിപാടിക്കും. ഇപ്പോൾ 4 കൊല്ലം ഞങ്ങള് ഫിസിയോതെറാപ്പി കോഴ്സ് പഠിക്കും. അപ്പോൾ അതിൽ എല്ലാ പരിപാടിക്കും ആള് ഭയങ്കര സപ്പോർട്ടാണ്, ആക്റ്റീവാണ്, നല്ലൊരു മെമ്പറാണ് നമ്മുടെ. പിന്നെ നന്ദൻ ബ്രോനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കാകെ 1 ഡേ മാത്രമാണ് ഞങ്ങൾ ആളായിട്ടൊന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ ഒരു 1 ഡേയിൽ തന്നെ നമുക്ക് ആളുടെ ക്യാരക്ടറും ആളുടെ പേഴ്സണാലിറ്റിയും ഒരുപാട് ഇഷ്ടമായി. രമ്യക്ക് ഏറ്റവും മാച്ചായിട്ട് തോന്നുന്ന ഒരാളെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ആള് കെയർ ചെയ്തു. അതുപോലെ തന്നെ നമുക്കും ആളെ ഒരുപാട് കെയർ ചെയ്യാൻ പറ്റി. അതുപോലെ നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്. പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ് നമ്മള്. ബിക്കോസ് രമ്യ എക്സ്പെക്ട് ചെയ്ത അല്ലെങ്കിൽ രമ്യ ഡിസേർവ് ചെയ്യുന്ന പോലത്തെ ഒരു പാർട്ണർ തന്നെയാണ് രമ്യക്ക് കിട്ടിയേക്കുന്നത്. വി ഓൾ ആർ സോ ഹാപ്പി ഫോർ ദാറ്റ്. രമ്യ എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാ പരിപാടിക്കും ആള് ഓടിയെത്തും. അതായത് ഇപ്പൊ ട്രിവാൻഡ്രാണ്, ഡിസ്റ്റൻസ് ഉണ്ടെന്നും പറഞ്ഞ് മാറി നിൽക്കൂല. പരിപാടിക്ക് എത്തും. എന്തിനുണ്ടെങ്കിലും ഒഴിവാക്കില്ല, എല്ലാ പരിപാടിക്കും അറ്റൻഡ് ചെയ്യും. കോളേജ് മുതൽ ഗേൾസ് എന്നുള്ളൊരു വേർതിരിവ് നമുക്ക് അവിടെ തോന്നിയിട്ടില്ല. നമുക്കിപ്പോ ഒരു 4.5 years ഫിസിയോ നമ്മൾ ഒരുമിച്ച് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് ഒരു 6-7 വർഷമായിട്ടുള്ള നമ്മളുടെ പരിചയമാണ്. പക്ഷെ എന്താ പറയാ, ആ ഒരു രമ്യ എന്നുള്ള ഒരാള് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് ഒരാൾ തന്നെയാ. അതായത് മറ്റുള്ള ഗേൾസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു സർക്കിളിൽ ഏറ്റവും കൂടുതൽ വന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. സോ നമ്മളത്ര ഹാപ്പിയാണ് ആൾക്ക് വേണ്ടി. പിന്നെ അവിടെ ഇവിടെ കുറച്ച് ഉടായ്പൊക്കെ ഉണ്ട്, അതൊന്നും പുറത്ത് പറയാൻ പറ്റാത്ത. അതെ അതെ അതെ, അത് ഞങ്ങളുടെ കൂടെ മണ്ണിലടിയും അത്. പക്ഷെ നമ്മള് ജനുവലി പറയണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിപ്പോ അതെ കുറച്ച് മെമ്പേഴ്സ് ഉള്ളൂ, നമ്മള് ഫുൾ മെമ്പേഴ്സ് എത്തിയിട്ടില്ല. കുറച്ചുപേര് പുറത്തുപോയി, കുറച്ചുപേര്. പക്ഷെ അവരെ എല്ലാവരും കാത്തിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കല്യാണം തന്നെയാണ് രമ്യയുടെ. സീറ്റ് മൊത്തം പറയുന്ന ആൾക്കാര് വരേണ്ടതാണ്. പക്ഷെ പലരും പുറത്തും ഇവിടെ ആയിട്ട് അങ്ങനെ വരാൻ പറ്റാത്ത സാഹചര്യമാണ്. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ഇവള് വരാൻ വേണ്ടി നമ്മള് വെയിറ്റ് ചെയ്യായിരുന്നു കോളേജിൽ. ബിക്കോസ് ഇവളുടെ അച്ഛന് ബേക്കറി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്റ്റലിലേക്കൊക്കെ ഫുഡ് എത്തണമെങ്കിൽ രമ്യ നാട്ടിൽ നിന്ന് വരണം. സത്യസന്ധമായിട്ടുള്ള അപ്പൊ റൂമിക്ക് ഇവള് ട്രെയിനിലിറങ്ങിയ ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോണ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു 2 കവർ ബേക്കറി ആയിട്ടാണ് ഇവള് വരിക. പിന്നെ അവിടെ എവിടെയും പണ്ട് കുറച്ച് ടിക്ടോക്കും
കുറച്ച് അത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഐറ്റംസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. പണ്ടത്തെ രമ്യ എന്ന് പറഞ്ഞാൽ കല്ലുപാത അതെ അതെ വൈബാണ്. അതിന്റെ ആ ഒരു പ്രായത്തിൽ വന്ന സംഭവമാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ വെള്ള ഫാമിലി ഒക്കെ ആയിട്ട് ഭയങ്കര ടച്ച് ഞങ്ങൾ എല്ലാരും. ഇപ്പൊ അപ്പയിലും അച്ഛനേലും നല്ല ഞങ്ങൾ എല്ലാരും വന്ന് ആകെ 2-3 ദിവസം പരിചയമുള്ളൂ, എന്നാലും നല്ല കണക്ഷനാ. ഇപ്പോഴും കണ്ടപ്പോഴും എന്താ പറയാ ആ ഒരു കണക്ഷൻ വിടാണ്ട് അത്രയും അനിയനായിട്ടും നല്ല കണക്ഷനാണ് വീട്ടുകാരായിട്ട് ഫുള്ളായിട്ട്. രമ്യ മാത്രല്ല ആളുടെ വീടും ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഒരുപാട് കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുവരെ നോ എന്ന് പറയാത്തൊരു വ്യക്തിയാണ്. ലൈക്ക് നമ്മൾ എന്ത് പരിപാടിക്ക് വിളിച്ചാലും നോ ഞാൻ വരില്ല, എടാ എനിക്ക് വരാൻ പറ്റാത്ത സ്ട്രിക്ട് സാഹചര്യം ആണെങ്കിൽ പോലും അവള് പറയാ എടാ ഞാൻ നോക്കാം, മാക്സിമം നോക്കാന്ന് പറയും. മാക്സിമം നോക്കിയാലും പുള്ളി വരും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആള് വരും. ഇതുവരെ നോ എന്ന് പറയാത്തൊരു വ്യക്തിയാണ്. സോ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവളെ വിശ്വസിച്ച് വിളിക്കാം, അവൾ എന്തായാലും എത്തും. സോ അത് അവളുടെ ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ്. കാരണം ബാക്കിയുള്ള ഗേൾസ് ആയാലും നമ്മൾ അങ്ങനെ പറയുന്നില്ല, ഗേൾസ് ആണ് കുറച്ച് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും രമ്യ എന്ന് പറഞ്ഞ ഒരാള് ഇതുവരെ നമ്മുടെ അടുത്ത് നോ എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് അവളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത്രേ ഉള്ളൂ. ഭയങ്കര ഹാപ്പി. പോലും ക്യാൻസൽ ആക്കിയിട്ടില്ലേ എന്ന് വെച്ചിട്ട്. അതെ അതെ പരിപാടിക്ക് എല്ലാ കാര്യത്തിലും പ്രസംഗവും അതായത് LDF മാറണം, ഇപ്പൊ നിയമസഭ ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ. അതെ, അതിനെപ്പറ്റി തന്നെ പറഞ്ഞത്. അതായത് ഇവളുടെ കല്യാണം എൻഗേജ്മെന്റ് മുതൽ തന്നെ ഞങ്ങൾ ഫോളോ ചെയ്ത് വരുന്ന സംഭവം. ലൈക്ക് വെയിറ്റ് ചെയ്ത് ഇന്ന കല്യാണം. ഞങ്ങളൊക്കെ വർക്കിംഗ് ആണ്, ഞങ്ങളൊക്കെ ലൈക്ക് ലീവ് കിട്ടാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരുപാട് പേര് പല സ്ഥലത്തും വർക്ക് ചെയ്യുന്നവരാ, കൊച്ചി, തൃശ്ശൂര്, അപ്പൊ മലപ്പുറം. അപ്പൊ നമുക്ക് ലീവ് എന്ന് വെച്ചാൽ 2-3 ഡേയ്സ് ലീവ് എടുത്തിട്ട് ഞങ്ങൾ വന്നേക്കുന്നത്. ഞങ്ങളുടെ ഫീൽഡിൽ ലീവ് ഒരിക്കലും കിട്ടില്ല അങ്ങനെ. പക്ഷെ ഞങ്ങൾ ഈ കല്യാണത്തിന് വേണ്ടി 2-3 മാസം മുതലേ ലീവ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പൊ അതന്നെയാണ് ഞങ്ങൾക്ക് ലൈക്ക് രമ്യോട് കാണിക്കേണ്ട ഒരു ലവ് അല്ലെങ്കിൽ ഒരു അഫെക്ഷൻ എന്നുള്ള സംഭവം. ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് നിന്നുള്ള കല്യാണമായിരുന്നു. ആൻഡ് ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നാണ് കല്യാണം, എപ്പോഴാണ് കല്യാണം. ഞങ്ങളെല്ലാം പ്ലാൻഡ് ആയിരുന്നു, എല്ലാം പ്ലാൻഡ് ആയിരുന്നു. ആൻഡ് അതുപോലെ തന്നെയാണ് പിന്നെ കല്യാണം വിളിച്ചത് ഒരു ബാച്ചിലർ പാർട്ടി വെച്ചിട്ടാണ് അവള് കല്യാണം വിളിച്ചത്. അതെ അതെ അതെ, ഒരു ലാസ്റ്റ് വീക്ക് മുമ്പ് ഒരു സ്ഥലത്ത് കൂടി ഉണ്ടായിരുന്നു കൊച്ചിയിൽ വെച്ചിട്ട്. കല്യാണം വിളിക്കാൻ വേണ്ടിട്ട് അവളൊരു ബാച്ചിലർ പാർട്ടി. അതെ അതെ അതെ, ലാസ്റ്റ് വീക്ക് 2 വീക്ക് മുന്നേ അല്ലെ, 2 വീക്ക് മുന്നേ നമ്മള് കഴിഞ്ഞ മാസം നമ്മള് കൊച്ചിയിൽ ഇതേപോലെ നമ്മള് ഫ്രണ്ട്സ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കൂടും. അങ്ങനെ കൊച്ചിയിൽ നമ്മൾ ഒരു ദിവസം കൂടിയപ്പോ അവളൊരു പറഞ്ഞു കല്യാണം അടുത്തു, ലൈക്ക് അടുത്ത മാസമാണെന്നൊക്കെ പറഞ്ഞു. ഹാപ്പി മാരീഡ് ലൈഫ്. ഹായ് ചേട്ടാ ചേച്ചി, നിങ്ങളെ കല്യാണം കഴിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഹാപ്പി മാരീഡ് ലൈഫ്. നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. ചേട്ടൻ എന്നെനിക്ക് പറയുമ്പോൾ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ എന്താവശ്യം പറഞ്ഞാലും ഇതുവരെ നോ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ചേട്ടന് എൻ്റെ ഹാർട്ട് ഉണ്ടാവും. ബേസിക്കലി എനിക്ക് 3 ചേട്ടന്മാരാണ്. അപ്പോൾ ഈ ചേട്ടന്മാരിടയ്ക്ക് എനിക്ക് സിസ്റ്റേഴ്സ് ആരുമില്ല. അപ്പോൾ ചേച്ചീനെ എനിക്കൊരു ചേച്ചിയായിട്ട് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ചേച്ചി എനിക്കൊരു എപ്പോഴും ചേച്ചിയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചേട്ടൻ്റെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു കല്യാണത്തിൻ്റെ വേഷത്തിൽ കണ്ടപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല സന്തോഷമായിരുന്നു. അതേപോലെ ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം ചേട്ടൻ ഓരോ കെട്ടിടുമ്പോൾ എനിക്കായിരുന്നു ടെൻഷൻ. ബാക്കിൽ നിന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് അത് നോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി ഞാൻ ചെയ്തായിരുന്നു. ചേട്ടനെ അങ്ങനെ ഒരു കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എൻ്റെ ചേട്ടനും ചേച്ചിക്കും വേണ്ടി ഹാപ്പി മാരീഡ് ലൈഫ് ഞാൻ പറയുന്നത്. നന്നായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുക. എനിക്ക് നന്ദുവിനെ ചെറിയ പ്രായം പോലെ അറിയാം. ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നതാണ്. ആള് പൊളിയാണ്, ഭയങ്കര ചില്ലാണ്. അവ ഇരിക്കുന്ന ഇടം മുഴുവൻ ഭയങ്കര ഒരു വൈബായിരിക്കും. ഏതായാലും നന്ദുവിനും രമ്യക്കും ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങൾ കസിൻസാ, പക്ഷെ ഞങ്ങൾ കസിൻസിനെ പോലെ അല്ല. ചേട്ടൻ കൊച്ചിലേ പോയതാ, ഞങ്ങളുടെ അടുത്തുനിന്ന് പോയതാ. പക്ഷെ എന്താ എല്ലാ കാര്യം ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നതും ഒരാളാണ് ചേട്ടൻ. ഇനിയിപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു, അപ്പോൾ ചേച്ചിനെ നല്ലോണം നോക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇത്രയും കെയറിങ് ആയ പൂക്കി ചെറുക്കനാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആളിപ്പോൾ നല്ലൊരു ജെന്റിൽമാൻ ടൈപ്പായി. ചേട്ടൻ ഭയങ്കര കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളായിരുന്നു. ഇത് പെട്ടെന്നൊരു ചേച്ചീനെ ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് ആൾക്ക് എന്തോ ചേച്ചീനെ ഭയങ്കര ഇഷ്ടമായി. കല്യാണം വേണ്ട, ഈ കല്യാണം എന്ന കോൺസെപ്റ്റ് ആൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പെട്ടെന്ന് ഒരു ചേച്ചി രമ്യ ചേച്ചിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇപ്പൊ രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. കാണുമ്പോൾ തന്നെ ഒരു റൊമാൻറ്റിക് കപ്പിളിനെ പോലെ ഉണ്ട്.
ഭയങ്കര എന്തോ ചേച്ചിയുടെ കാര്യം ഫസ്റ്റ് രണ്ടുപേരും എന്തോ ഫസ്റ്റ് കല്യാണം രണ്ടുപേർക്കും താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ വിളിക്കുന്നേ, അങ്ങനെ പിന്നെ കമ്പനിയായി. പിന്നെ ചേട്ടനെ റിജക്ട് ചെയ്യാൻ ഉണ്ടോ ആള് എന്ന രീതിയിൽ പിന്നെ നമുക്ക് പോകാം. ഫസ്റ്റ് എന്താ കല്യാണം നോക്കി, അപ്പൊ ആള് പറഞ്ഞു വേണ്ട, കല്യാണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചിനെ എന്തോ വിളിച്ചതിന് ശേഷമാണ് പിന്നെ ഇഷ്ടപ്പെട്ട്. മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ साधुजनार्धर सार्वभौम माधव मामवदेव साधुजनार्धर सार्वभौम माधव मामवदेव साधुजनार्धर सार्वभौम माधव मामवदेव माधव मामवदेव कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामवदेव कृष्ण अम्बुजलोचना कम्बुसुभग्रीव बिम्बाधर चन्द्रबिम्बानना अम्बुजलोचना कम्बुसुभग्रीव बिम्बाधर चन्द्रबिम्बानना चाम्पेयनासाग्र भग्नसुमौक्तिक शारद चन्द्र जनित मदना चाम्पेयनासाग्र भग्नसुमौक्तिक शारद चन्द्र जनित मदना माधव मामवदेव कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामवदेव
இமைகளோ மூடாமலே இரவெல்லாம் வான் தேடுதே, விடியலே நீதானடி உனதருகிலே உருகினேன். இமைகளோ மூடாமலே இரவெல்லாம் வான் தேடுதே, விடியலே நீதானடி எனதழகியே அழகியே. மொழிகளும் சேராமலே அகரமாய் நீ மாறவே, இதழ்களும் போராடுது உனழகரதாக மோகமாக மகிழ்ந்திட. புலன்களும் போகாமலே மதனமோ தீ மூழுதே, தனிமையோ தாழாமலே உனையதர வேதமாக காதல் மொழிந்திட. தீண்டும் காற்றாக தழுவிட வேண்டும், ஊற்றாக பொழிந்திடவே இமைகளோ மூடாமலே இரவெல்லாம் வான் தேடுதே, விடியலே நீதானடி உனதருகிலே உருகினேன். இமைகளோ மூடாமலே இரவெல்லாம் வான் தேடுதே, விடியலே நீதானடி எனதழகியே அழகியே.
சொந்தம் பந்தம் யாவும் சேர்ந்து வாழ்வதே வாழ்க்கை. இன்பம் துன்பம் யாவும் சேர்ந்து செதுக்கிடும் வாழ்வை வாழ்வை. मन के सर महके रेशम रेशम लागे रे. दिल चंपई चंपई बांधे सिंदूरी से धागे रे. सुनो कनमनी सुनो कनमनी शहनाई सी बाजे रे. सावनी सावनी तेरी आँख में बांधनी से खबरें. खनक खनक गई हंसी हंसी तेरी कनक कनक धरा हुई अभी अभी. नीला पवन मुखम तेरी सदा कणम अवल के सर महके रेशम रेशम लागे रे. दिल चंपई चंपई बांधे सिंदूरी से धागे रे.
வாழ்த்து சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே வாழை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர மாலை மஞ்சள் மந்திர ஒலியில் கண்ணுக்கு நிறைஞ்ச கல்யாணம் செல்ல கிளி தானும் மெல்ல நாணம் கொண்டாளே முல்லை கமழ்வது போலே தெய்வீக பந்தம் காணும் தீபம் ஜ்வலிக்க கோலம் எழுதி மங்கள வாழ்த்து சேர்ந்து வர சுமங்கலி மாதராரத்தி எடுக்க மனவரை காணும் சுபதினமே சிந்தாழை மங்கை வண்ணம் மை கொண்ட கண்ணும் இன்னும் வாரணாலும் நெஞ்சில் வாழ்வெல்லாம் மன்னன் அன்பில் வான் சிந்தும் தேனாரமுதம் தானாகும் இருமண இன்பம் வாழை தோரணம் மாலை அசைய சந்தன வாசம் கூடி வர மாலை மஞ்சள் மந்திர ஒலி கண்ணுக்கு நிறைஞ்ச கல்யாணம் కలలో కలవరమై కలవరమై గుండెలో పరవశమో వరమై కలలో కలవరమై కలవరమో వరమే యువగా కలలో కలవరమై కలవరమై గుండెలో పరవశమే వశమై కలలో కలవరమై కలవరమై కలిగే కోరిక ఏకాంతాల చెరలో స్వేచ్ఛగా ఊహలే ఎన్నో కొంటి కథలే
रवि सोमवरनेत्र रमणीय गात्र सीता कल्याण वैभोगमे रामा कल्याण वैभोगमे भक्तजन परिपाल भरित शरजाल भक्तजन परिपाल भरित शरजाल भुक्ति मुक्ति दलील भूदेव पाल सीता कल्याण वैभोगमे रामा कल्याण वैभोगमे परमेशनुत गीत भवजलधि पोत परमेशनुत गीत भवजलधि पोत तरणि कुल संजात त्यागराजनुत இரண்டு மனம் இணைய 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 பிறந்த பயனடைய அடைய அடைய ஊர் பார்க்க கை கோர்க்கும் நாள் வந்ததே என்னாலும் அன்போடு ஆனந்தமே என் கூட்டிலே ஒரு ஓரமாய் இருந்தேனடா கண்ணா வரமாகவே நீ வந்ததால் திளைத்தேனடா திசையின்றி நான் தேடி திரிந்தேன் தனியாகவே கண்ணே ஒளியாக நீ என்னை சேர்ந்ததால் பிழைத்தேனடி
நேற்று நான் உன்னை பார்த்த பார்வை வேறே, நீங்காத எண்ணமாக ஆனாய் இன்று. உன்னோடு நானும் போன தூரம் யாவும் நெஞ்சிலே, நீங்காத நினைவுகளாக அணைய இங்கே மிஞ்சுதே. நூலறிந்த பட்டம் போல உன்னை சுற்றி நானும் ஆட, கைகள் நீட்டி நீயும் பிடிக்க காத்திருக்கிறே. இதற்கெல்லாம் அர்த்தங்கள் என்ன கேட்க வேண்டும் உன்னை, காலம் கை கூடினால். கதை போமா கதை போமா கதை போமா, ஒன்றாக நீயும் நானும் தான். கதை போமா கதை போமா கதை போமா, நீ பேச பேச காயமாறுமே. அதிகாலை வந்தால் அழகாயன் வானில் நீ அணையாத சூரியன் ஆகிறாய். நெடுநேரம் காய்ந்து கதகதப்பு தந்தவுடன் நிலவாய் உருமாறி நிற்கிறாய். உன்னை இன்று பார்த்ததும் என்னை நானே கேட்கிறேன், வைரம் ஒன்றை கையில் வைத்து எங்கே தேடி அலைந்தாயோ. உண்மை என்று தெரிந்துமே நெஞ்சம் சொல்ல தயங்குதே, கைகள் கோர்த்து பேசினாலே தைரியங்கள் தோன்றுமே. கதை போமா கதை போமா கதை போமா, ஒன்றாக நீயும் நானும் தான். கதை போமா கதை போமா கதை போமா, நீ பேச பேச காயமாறுமே. கதை போமா கதை போமா கதை போமா. திரனா திரனம் திரனா திரனா திரனம் திரனா, தனனம் 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 தனதரி நிரகாரா. திரனா திரனம் திரனா திரனா திரனம் திரனா, தனனம் 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 தனதரி நிரகாரா. தனனம் 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 தனதரி நிரகாரா. கதை போமா கதை போமா கதை போமா, ஒன்றாக நீயும் நானும் தான். கதை போமா கதை போமா கதை போமா, நீ பேச பேச காயமாறுமே. You're my sunshine, you're my moonlight, you are stars in the sky. Come with me now, you have my desire. Nakora, Nilara, Aradya. మనసారా చలితారా నా గుండెని మొత్తం తవ్వి తవ్వి చందనమంతా చల్లగా దోచావే. ఏ వందల కొద్ది పండగలున్నా వెన్నెల మొత్తం నిండుగా ఉన్న ఆరాధ్య ఆరాధ్య, నువ్వే లేనిదేది వద్దు ఆరాధ్య.
పూట నా పాట చేరాలి నీ దాకా నీ చిన్ని మెడవంపులో సాగాలి ఆట తేడాలు తేలాక గెలిచేది ఎవరే బిడ్డో ఇలాగే ఉంటానే నీతోనే దూరాలు తీరాలు లేవే ఆరాధ్య నారాధ్య నువ్వే లేనిదేది వద్దు ఆరాధ్య ఆరాధ్య నారాధ్య నువ్వే లేనిదేది వద్దు ఆరాధ్య ఏదో అనాలండి ఇంకా వినాలండి నీ ఊహ మల్లింపులో నా దాకా చేరింది నాకు కూడా బాగుంది నీ ప్రేమ కవ్వింపులో నీలానే మారానే అంటానే నువ్వంటూ నేనంటూ నేనే మనసారా చలితారా నా గుండెని మొత్తం తవ్వి తవ్వి చందనమంతా చల్లగా దోచావే ఏ వందల కొద్ది పండగలున్న వెన్నెల మొత్తం నిండుగా ఉన్న ఆరాధ్య నారాధ్య నువ్వే లేనిదేది వద్దు ఆరాధ్య ఆరాధ్య నారాధ్య నువ్వే లేనిదేది వద్దు ఆరాధ్య
കണ്ടതില്ല ഞാൻ പൊന്നുരുക്കി വെച്ച പെൺമുഖം ഇന്നുവരെ കണ്ടതില്ല ഞാൻ പൊന്നുരുക്കി വെച്ച പെൺമുഖം വിണ്ണിൽ നിന്നും വന്ന മണ്ണിൽ കൊട്ടുചേർന്ന പെണ്ണിവൾ കണ്ണിവൾ തേടിക്കിട്ടിയൊരു വെണ്ണില പാതിരാവിൽ വന്നു പൊന്മഴ തൂവൽ തുമ്പിൻ മുനയാലൊരു മൃദുലാക്ഷരം സീമാതീത സൂര്യോദയ ദീപാങ്കുരം ആകാശം നിന്നിട്ടെന്നൊരു പൊന്മാനം മേലെ കണ്ടു കാണാൻ കോണിൽ കുളിരായി കുളിർ മഴ മരകായി കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ നീ എനിക്കുള്ള തന്നി പെണ്ണാണേ കാത്തു കിട്ടിയ മുത്താനെ തേടി കിട്ടിയ പൊന്നാനെ കട്ടെടുത്തൊരു മോഹ സ്വത്താനെ വരുമോ വരുമോ ഇതിലേ വരുമോ നിന്നെ കാത്തു നിന്നൻ കാൽക്കുഴന്നെ മോഹ പെൺമാനെ നീ പോകാതെ പോകാതെ കൈവെടിയാതെ നൂറു മോഹങ്ങൾ ദാഹങ്ങൾ തേടി വരുമ്പോൾ തീരം തീരായോടാൻ ഒരു പ്രേമ സല്ലാപം കാറ്റും മുളന്തൻ ഒരു ഗാന സല്ലാപം മുകിലാനി മഴ പൊളിയണ പകലേ കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ നീ എനിക്കുള്ള തന്നി പെണ്ണാണേ കാത്തു കിട്ടിയ മുത്താനെ തേടി കിട്ടിയ പൊന്നാനെ കട്ടെടുത്തൊരു മോഹ സ്വത്താനെ അകലെ അകലെ നിഴലായി മറയും നെഞ്ചിൽ ചേർത്തു വച്ചൊരു വെള്ളിവെയിൽ തൂവലല്ലേ നീ കണ്ടെങ്കിൽ കണ്ടെങ്കിൽ ഒന്ന് വന്നെങ്കിൽ മതി വന്നില്ല വന്നില്ല കൊതി തീർന്നില്ല ജന്മം ഈ ജന്മം ഒരു നാടകരംഗം പാടി മതിയാകാത്തൊരു ജീവിതഗാനം തീരെ തീരാ ചെങ്കടലുകളായി കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ നീ എനിക്കുള്ള തന്നി പെണ്ണാണേ കാത്തു കിട്ടിയ മുത്താനെ തേടി കിട്ടിയ പൊന്നാനെ കട്ടെടുത്തൊരു മോഹ സ്വത്താനെ തൊട്ടവാടി നീ ദുപ്പട്ടാവാലി തൊട്ടപാടെ ഉള്ളാകെ ഭോലി ഭാലി കൈയാകെ മിന്നി മിന്നി രംഗ് രംഗോലി കണ്ണാകെ പൂക്കട പൂത്തിരി നീ ദിവാലി കണ്ണിടഞ്ഞുവോ
दुपट्टा वाली തൊട്ടാവാടി നീ दुपट्टा वाली ഞാനും നീയും രാവും അമ്പിളിയും മൂടമഞ്ഞും ചൂടിൻ തുമ്പിളിയും കാരിൽ പാടും പാട്ടിൻ വരിയാകെ ഞാനോ തേടും നമ്മെ അതിലാകെ പാട്ട് വന്ന് ചൊല്ലുമെന്റെ കാതിലിങ്ങനെ तारा 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 ना ना तेरा तारा ताना ना ना तना नारी रा तना नारी रा ताना ना ना ते ना 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 ताना ना ना ताना ना ना ते ना 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 ताना नारी नो സാഗരം സഖി തീര പോലെ കാതിൽ നിൻധ്വനി മായാപ്പൂവയെന്നും പൂവിട്ടു നീ അകമാകെ ഋതുകളാ ഇതേ പോയോ ഒഴിയുന്നു കാലമേറെ കാതലാകുമീ പിറൻ കുഞ്ഞു പൂവിലേ നീ പൊൻകണം പറയുകയോ
കോർത്ത മുത്തുപോലേവാ നിലോലമാ കഴുകിയോ അകലുന്നുവോ നീറുമെന്നിൽ തെന്നലാകുമീ രാവിൻ മഞ്ഞുകൂട്ടിലേ പൊൻകണം മറയുകയോ മിഴി നിറയുകയോ നീ എന്നിലെഴുതിയ വരികൾ രണ്ടായി പിരിഞ്ഞൊരു വഴികൾ മറയുകയോ